ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم محمد رسول الله والذين معه أشداء على الكفار الرحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانه سيماهم في وجوههم من أثر السجود صدق الله مولانا العلي العظيم. ആദരണീയരും ബഹുമാന്യരുമായ ഉസ്താദുമാരെ, സ്നേഹവും പ്രിയവും നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മറ്റു ഉമ്മ പങ്ങന്മാരെ, പ്രവാചക പ്രകീർത്തനങ്ങളാൽ നിർഭരമായ ഈ സദസ്സിൽ സ്നേഹവർഷം ചൊരിയുന്ന ഇസ്ലാം എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം സംസാരിക്കാൻ അവസരം നൽകിയ ജഗനിയന്താവായ റബ്ബുൽ ഇസ്സത്തിന് ഞാൻ സകല സങ്കീർത്തനങ്ങളും അർപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. സുഹൃത്തുക്കളെ, ഇന്ന് ലോകത്ത് എണ്ണിയാലൊതുങ്ങാത്ത പ്രസ്ഥാനങ്ങളും പ്രത്യേക ശാസ്ത്രങ്ങളും നിലവിലുണ്ടോ? ജൈനമതവും ജൂതമതവും ക്രിസ്തുമതവും തുടങ്ങി മാനവകുലത്തിന്റെ ജീവിത വിജയത്തിന് വേണ്ടി പല മതങ്ങൾക്കും പല മത സംഘടനകൾക്കും കയ്യും കണക്കുമില്ല. എന്നാൽ ഹൃദയങ്ങളിൽ നിന്നും ഹൃദയങ്ങളിലേക്ക് ആത്മീയ നിർവിജ്ഞാനം പകർന്നു നൽകേണ്ട പല മതങ്ങളും പല മത സംഘടനകളും കാലത്തിന്റെ അനിയന്ത്രിത പ്രവാഹത്തിന് നേരെ പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയാതെ തകർന്നടിഞ്ഞു പോകുന്നു എന്ന നഗ്ന യാഥാർത്ഥ്യത്തിന് നേരെ നമുക്ക് കണ്ണടക്കാൻ സാധിക്കുകയില്ല. ചരിത്രപരമായ കാര്യങ്ങളിലൂടെയും പ്രമാണികതയുടെയും പിൻബലത്തോടെ ക്രിസ്തുമതത്തിന്റെ അശാസ്ത്രീയത മനസ്സിലാക്കിയിരിക്കെ മാനുഷിക സദാചാരങ്ങളുടെ അതിർവരമ്പുകൾ നിർണയിക്കുവാനുള്ള ധാർമ്മികാവകാശം അവർക്കില്ലെന്ന് ഈ മുസ്ലിം ഉമ്മത്തിന് ഉറക്കെ പ്രഖ്യാപിക്കാം. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാനവ സമൂഹത്തിന്റെ മാർഗദർശനത്തിന്റെ പാഠം നൽകിയ പരിശുദ്ധ ഇസ്ലാമിന്റെ വളർച്ചക്കെട്ടിൽ ആദർശങ്ങൾ പകർന്നു നൽകേണ്ട ഉത്തരവാദിത്വം നമ്മുടെ മേലിൽ ഉണ്ട് എന്ന് നമുക്കൊരിക്കലും വിസ്മരിക്കാൻ സാധിക്കുകയില്ല. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കിൽ ഏറ്റവും സ്വീകാര്യയോഗ്യമായ മതം ഇസ്ലാം മാത്രമാണ്. അല്ലാഹു അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ പറയുകയുണ്ടായി, തിൽക ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദൻ ബിൽ ആഖിബത്തിൽ മുത്തഖീൻ. ഭൂമി ലോകത്ത് അക്രമപരരാഹിത്യങ്ങളുടെയും അനീതിയുടെയും ചട്ടക്കൂടി നിർമ്മിച്ചെടുക്കുന്ന അധാർമിക പാമരന്മാർക്കുള്ളതല്ല സ്വർഗം. ഈ ഒരു ആശയത്തിലൂടെ ഇസ്ലാമിക വലയങ്ങളുടെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മലയാളത്തിന്റെ വിശുദ്ധ കവി എം സി നാരായണൻ പാടിയതുപോലെ ദൈവം കഴിച്ച് തിരുമേനി തൻ ക്ഷീണഭാവം വെടിഞ്ഞു വിളങ്ങി എന്നാൽ ഈ വാക്കുകൾ മലയാളിയുടെ സ്മൃതി പദങ്ങളിലും മാനവരുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിലും വിശിഷ്യ മുസ്ലിംകളുടെ ഹൃദയത്താളുകളിൽ കൊത്തിവെക്കപ്പെട്ട ചരിത്ര താളുകളുടെ പൊരുളാണ്. ദശാബ്ദങ്ങളായി ലോകച്ചട്ടമ്പി അണിഞ്ഞ് ഭീകരതയുടെ കരാള നൃത്തം ചവിട്ടുന്ന അമേരിക്കൻ നയതന്ത്രങ്ങളോടും കുഫറിന്റെ തമ്പുരാക്കളുടെ ഇന്റലിജൻസ് ബ്യൂറോയുടെ ആസ്ഥാനമായ ബ്രിട്ടനിന്റെ കൂലിവേലക്കാരും ഇസ്ലാമിക ശിആറുകളെ തുടച്ചു നീക്കാൻ ഭഗീര പ്രയത്നം നടത്തുന്ന കരിങ്കാലി കൂട്ടത്തിലെ സകലത്തിനെയും നക്കിത്തുടക്കാൻ മാത്രം പഠിപ്പിച്ച ഇസ്രായേലിയൻ ഭരണാധികാരികളുടെ ചങ്കിലേറ്റ അസ്ത്രമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വാക്ക്. ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂനിവാസികളോട് നിങ്ങൾ കരുണ ചെയ്യുവിൻ, എന്നാൽ വാനലോകക്കാരും നിങ്ങളുടെ മേൽ കരുണ ചെയ്യുമെന്ന അർത്ഥതലങ്ങളാൽ വമ്പുച്ചതായിരുന്നു ഈ വാക്ക്. സുഹൃത്തുക്കളെ, 6-ാം നൂറ്റാണ്ടിന്റെ കറുത്തിരണ്ട സമൂഹത്തെ നവോത്ഥാനത്തിന്റെ ചുണ്ടുപലകയിലേക്ക് കൈപിടിച്ചുയർത്തിയ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പാവങ്ങളെന്നാൽ ഇനി മറുവശത്തുള്ള നിലങ്ങളിലും കൃഷിയിടങ്ങളിലും വിയർപ്പ് മുട്ടി പണിയെടുക്കുന്നവരും ദിവസം മുഴുവൻ മറ്റുള്ളവർക്ക് ചെലവഴിക്കുകയും ഒരു നേരത്തെ ആസ്തിക്ക് വേണ്ടി പാരാവാരം ചുറ്റി നടക്കുന്ന ആലംബഹീനരായ ബലഹീനരെ സഹായിക്കൽ നമ്മുടെ മേൽ അത്യാവശ്യമുള്ള കാര്യമാണ്. സാക്ഷരത കേരളമെന്ന് സാഹിത്യക്കാരും സാംസ്കാരിക കേരളമെന്ന് സാംസ്കാരിക നായകന്മാരും കൽബുദ്ധ കേരളമെന്ന് രാഷ്ട്രീയക്കാരും വിളിച്ചുതാലോലിച്ചപ്പോൾ മലനാട്ടിലെ പുരുഷവർഗം സ്ത്രീകളോട് പെരുമാറുന്ന അസൗകര്യമായ ഏറ്റുമുട്ടലിൽ തകർന്നടിഞ്ഞു പോകുന്നത് നമ്മുടെ പൂർവികരാണ്. ബസ് യാത്രക്കാരുടെ സുഖം തേടുന്ന നരമ്പിൻ രോഗികളും ബസ് ജീവനക്കാരും തുടങ്ങി ഫാൻസി കടകളിലെ കോമാളി കോമരന്മാരും വിശന്ന് വരന്നവന്റെ മുമ്പിലേക്ക് വലിച്ചെറിയപ്പെട്ട ഭക്ഷണ പൊതി പോലെയായി ഇന്ന് ലൈംഗികാദാഹത്താൽ വീർപ്പുമുട്ടിയവന്റെ മുമ്പിൽ പെടുന്ന സ്ത്രീ തൊട്ടിൽ തൊട്ട് കൊട്ടാരം വരെയും അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെയും സ്ത്രീ ആയതിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നുവെങ്കിൽ കാരുണ്യവാനോ നബി മണിമുത്തുരത്നമോ എന്ന മലയാളത്തിന്റെ കാവ്യ സംസ്കാരത്തിന്റെ വിഹായസിൽ കാവ്യധ്വജം പാറിപ്പറത്തിയ സ്നേഹനിരാസത്തിന്റെ
ഇരുട്ടിന്റെ അന്ധകാര സീമകളിലേക്ക് അടിച്ചു വീശുന്ന അറേബ്യൻ മണലാരണ്യത്തിന്റെ വെങ്കടിയായി മാറിയ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അദ്ദുനിയാ കുല്ലുഹാ മതാഉൻ വഖൈറു മതാഇ മർഅതു സ്വാലിഹ. ദുനിയാവ് മുഴുവനും ചിരക്കാണ്, അതിൽ ഏറ്റവും നല്ല ചിരക്ക് ഉത്തമരായ സ്ത്രീകളാകുന്നു. സഹോദരങ്ങളെ, കൊള്ളയും കൊഴയും ജീവിതത്തിന്റെ അനുഗ്രഹമാണെന്ന് തോന്നലാണ് ഇന്നിന്റെ ഖജനാവുകൾക്ക് ചോർച്ച അനുഭവപ്പെടാനുള്ള കാരണമെങ്കിൽ മദീനയിൽ കൂട്ടിയിട്ട് ഈ തപ്പന തളിക്കയില്ലെന്നും എടുത്ത് വായിലിട്ട തന്റെ പേരക്കുട്ടിയോട് ബുനയ്യ ഒന്ന് തുപ്പിക്കളയുമോനെ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൂക്ഷ്മതയുടെ ശബ്ദമാണ് ഇന്നിന്റെ സാരഥ്യങ്ങൾ എന്നും മാതൃകയാക്കേണ്ടത്. ഇനി സാമൂഹ്യ സമ്പർക്ക മര്യാദയുടെ അവസ്ഥ എന്താണ്? നാടും വീടും കലാലയങ്ങളുമെല്ലാം അസ്വസ്ഥതയുടെയും ഒരു താഴ്മയുടെയും ആലയങ്ങളാക്കിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തി കുടുംബത്തിനിടയിൽ അകൽച്ചയുടെ മരപ്പറമ്പുകളിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് കുല്ലു മഅറൂഫിൻ സദഖത്തിൻ വലൗ അൻ തൽകാ ഖാക ബിവജ്ഹിൻ ദൽക. പ്രസന്നവദനായ നിന്റെ സ്നേഹിതനെ അഭിമുഖീകരിക്കുന്നത് പോലും സൗഹാർദ്ദത്തിന്റെ ഭാഗമാണെന്ന് ഉദ്ഘോഷിച്ച പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് സർവാംഗീകൃതമത്ര. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലക്ഷക്കണക്കായ സ്വഹാബാക്കളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഹജ്ജത്തുൽ വിദാഇന്റെ വേളയിൽ പറയുകയുണ്ടായി, ലാ ഫദ്ല ലി അറബിയ്യ വലാ ലി അജമിയ്യ വലാ ലി അബിയദ അലൈക്കും അസ്വദ ഇല്ലാ ബിത്തഖ്വ. അറബിക്ക് അനറബിയെക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ ഇസ്ലാമിൽ തഖ്വ കൊണ്ടല്ലാതെ യാതൊരു സ്ഥാനവുമില്ല. കറുകറുത്ത ബിലാൽ ബിൻ റബാഹിനെയും വെളുവെളുത്ത സൽമാൻ റളിയല്ലാഹു അൻഹുവിനെയും ഒരേ തളികയിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർഗവർണ്ണ ജാതിക്കെതിരെ സമൂഹത്തെ ഉത്ബുദ്ധരാക്കിയത്. ഇങ്ങനെയുള്ള ഒരു നേതാവിന്റെ മുമ്പിൽ വന്നുകൊണ്ടാണ് ഒരാൾ ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ സമുദായമല്ലയോ സത്യം പറഞ്ഞതിന്റെ പേരിൽ കറുത്തവനെയും വെളുത്തവനെയും ഒരേ തളികയിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ചതിന്റെ പേരിൽ ചുട്ടുപൊയ്ത്ത മണലാരുണ്യത്തിൽ വലിച്ചേക്കപ്പെടുന്നത്? എന്നാണ് ഇതിനൊരു അന്ത്യം, എന്നാണ് ഇതിനൊരു അവസാനമെന്ന് ചോദിച്ച സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞ മറുപടി വിചിത്രമായിരുന്നു. ഒരു പക്ഷേ ഇന്ന് അതിനേക്കാൾ വിചിത്രമായിരിക്കും. അവിടുന്ന് മൊയ്ഞ്ഞു, എല്ലാം അവസാനിക്കും. എല്ലാം അവസാനിച്ച ശേഷം മദീന മണലാരുണ്യത്തിലൂടെ ഒരു പെൺകുട്ടിക്ക് ഒരു ആൺ തുണയില്ലാതെ നടന്നു നീങ്ങാനുള്ള സുപ്രഭാതം ഇവിടെ ആഗതമാകുമെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളിയിട്ടുണ്ടെങ്കിൽ ഇന്നിന്റെ ലോകത്തിന്റെ അവസ്ഥ എന്താണ്? ബസ്സിൽ കയറി യാത്ര ചെയ്യുന്ന പെണ്ണിന്റെ സാരിയിലെ ദ്രാവകം രാസപരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന വൃത്തികെട്ട നാണംകെട്ട കാട്ടുനീതിയുടെ ഘടികാരത്തിന്റെ സൂചി തിരികെ പിടിക്കുന്ന പാശ്ചാത്യ ലോകത്തിന്റെ മുമ്പിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ അധ്യാപനം എന്ന് നിലനിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രബോധരായ നമ്മളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൽപാന്താവുകൾ നീങ്ങേണ്ടതുണ്ട്. നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.